ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മധുരമായിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ്. അപ്പോൾ നമുക്ക് മധുരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന സാധാരണ നമ്മുടെ കേരള ട്രഡീഷണൽ ലഡുവാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അതായത് കല്യാണ വീടുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ അതിനായിട്ട് നമ്മൾ കുറച്ച് കർപ്പൂരമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുത്തിരിക്കുന്നതാണ്, വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു തവണ ലഡു ഉണ്ടാക്കിയിട്ട് ശരിയായില്ല, അപ്പോൾ ഇനി ലഡു കുറേ ദിവസം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാനൊന്ന് മാറ്റി പിടിച്ചതാണെന്ന്. അതായത് നമ്മുടെ ബൂന്തി ഒന്ന് പകുതി മിക്സിയിൽ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ. കുറേ നെയ്യും ഷുഗറൊന്നും ആവുന്നില്ല, വളരെ എളുപ്പത്തിൽ. അല്ലെങ്കിൽ കുറേ നെയ്യൊക്കെ ആവും ബൂന്തി മുഴുവനോട് കൂടെ ഉരുട്ടുമ്പോൾ. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് മുഴുവനായിട്ട് വീഡിയോ കണ്ടു നോക്കും. നിങ്ങൾക്കും വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ലഡുവിൻ്റെ ബൂന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് കടലമാവാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലൊരു ഗ്ലാസ്സിനാണ് അളവ് പറയുന്നത്. ആദ്യം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കുറച്ച് ഉണ്ടാക്കുക കേട്ടോ. കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മളെല്ലാം ശരിയായതിന് ശേഷം അധികം ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, വളരെ കുറച്ച്. പിന്നെ ഓപ്ഷനിലാണ് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് അതൊന്ന് പൊന്തി വരും, അതും ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ബൂന്തി ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ദോശമാവിൻ്റെ പാകമാണ് കേട്ടോ. അല്ലാതെ വെള്ളമായി കഴിഞ്ഞാൽ ബൂന്തി ഷേപ്പ് ഉണ്ടാവില്ല. കുറച്ച് കുറച്ച് ഒഴിച്ച് കട്ടകൾ നീക്കിയെടുക്കണം. വല്ലാതെ വെള്ളമാവരുത്, വല്ലാതെ തിക്കാവരുത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ടകളൊക്കെ ഉടയണം കേട്ടോ. കട്ടകളൊക്കെ ഉടഞ്ഞ് ഒരു ഡ്രോപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇരിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കട്ടയാവും. കണ്ടോ, ഇതാണ് പാകം എന്ന് പറയുന്നത്. ഈ പാകത്തിന് മതി. നമ്മൾ ഒഴിക്കുമ്പോൾ അതിലേക്ക് വീഴുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊക്കെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനുണ്ട്. ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ആ ഒരു ഗ്ലാസ്സിന് ഒരു 3/4 കപ്പ് പഞ്ചസാര കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത്രയും ഉപയോഗിക്കാറില്ല. വീഡിയോന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും എടുത്തത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറവന്നെ എല്ലാം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ആ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ 3 ഗ്രാമ്പു 2 ഏലക്ക. ഗ്രാമ്പൂൻ്റെ ടേസ്റ്റ് ആയിരിക്കണം കൂടുതലായിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഇതിലൊരു ചെറിയ പീസ് കർപ്പൂരം കേട്ടോ. കർപ്പൂരം എന്തിനാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് കല്യാണ വീട്ടിലൊക്കെ ലഡു ഉണ്ടാക്കുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് ചെറിയ പീസ് കർപ്പൂരം. പിന്നെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അത് ചേർക്കുമ്പോൾ ഒരു വേറെ ഫ്ലേവർ തന്നെയാണ്. പിന്നെ കൽക്കണ്ടത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് കുറച്ച് വെക്കാം കേട്ടോ. കൽക്കണ്ടത്തിൻ്റെ പൊടിയും ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ഒരു ട്രഡീഷണൽ ലഡു എന്ന് പറയുന്നത്. അപ്പോൾ കൽക്കണ്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ചെറിയ പീസ് കർപ്പൂരം വെച്ചിട്ടുണ്ട്, ഷുഗർ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. ആ നെയ്യ് നമുക്ക് ആ ഷുഗർ സിറപ്പും ഇതൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ഒഴിക്കാനായിട്ട് ഇങ്ങനത്തെ കണ്ണാപ്പ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോൾസ് ആയിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പാത്രങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ബൗൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇത് രണ്ടും ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം നെയ്യിൽ. ഇതാവണ സമയം കൊണ്ട് നമ്മുടെ മാവ് ഒന്ന് പൊന്നണ സമയം കൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കാം. അപ്പോൾ ആദ്യം ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. അതിൽ ബാക്കിയുള്ള നെയ്യ് നമുക്ക് അത് ഉരുട്ടണ സമയത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ മാവാവണ സമയം കൊണ്ട് നമുക്ക് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. കർപ്പൂരം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബൂന്തി ചെയ്യാനുള്ള കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഫ്രൈ ആവാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം കൂട്ടി വയ്ക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ബൂന്തി അതിലേക്ക് റെഡിയാക്കാനായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം.
തിളച്ചോന്ന് അറിയാനായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മാവ് മുകളിൽ കൂടെ ഒഴിക്കാം. ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് വേണമെങ്കിൽ കുറച്ചിടാൻ, കയ്യിലേക്ക് ആവി വരുന്നുണ്ടെങ്കിൽ. ഇത് ബോൾസായിട്ട് വരികയാണെങ്കിൽ കറക്റ്റാണെന്ന് അർത്ഥം കേട്ടോ. കുറച്ച് വാല് പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാവിൻ്റെ അളവ് കറക്റ്റായിരിക്കില്ല. അപ്പോൾ അതാ കുറച്ചിടണേ. ഫുൾ മാവ് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കയ്യിലേക്ക് നല്ല ചൂട് വരും. എത്രയും ഇപ്പം നിർത്തിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് കോരി മാറ്റിയതിന് ശേഷം ബാക്കി ഉണ്ടാക്കിയത്. ഗ്യാസ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഹോൾസ് ചെറുതാണെങ്കിൽ ഇത്തിരി ചെറുതായിട്ട് വരിക, ഇതിലേക്ക് ഒഴിച്ച് ഇത്രയും കൂടെ വലുതായിട്ട് വരും. അപ്പോൾ അത് കുറച്ച് ചെറുതാണ്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിൻ്റെ ഹോളിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബൂന്തിയുടെ വലുപ്പം കേട്ടോ. നമ്മൾ ഇളക്കുമ്പോൾ ഒരു ചെറിയ ക്രിസ്പിനെസ്സോടുകൂടെ വരുമ്പോൾ നമുക്ക് ബൂന്തി ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഗ്യാസ് കുറച്ചിട്ടിട്ട് കണ്ടോ, എല്ലാം ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത മാവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത്, ആ സൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം വല്ലാതെ കരിയാണെങ്കിൽ കുറച്ച് കൊടുക്കണം. അപ്പോൾ കൂട്ടിയിട്ട് തന്നെ ഇട്ടിരിക്കണം. നമ്മൾ ചിപ്സൊക്കെ വറുക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല, അതേപോലത്തെ സൗണ്ട് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അടുത്ത ബാച്ചും ഇതിൽ നിന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ബൂന്തി ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. മുഴുവനായിട്ടും അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറച്ച് ശരിയാവാൻ ബുദ്ധിമുട്ടാണ് കയ്യിൽ പിടിക്കുമ്പോൾ. അപ്പോൾ കുറച്ച് ബൂന്തി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി ഒരു പകുതി ബൂന്തി പൊടിക്കാതെ പകുതി ബൂന്തി നമുക്ക് പൊടിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അടുത്തത് നമ്മൾ ഷുഗർ സിറപ്പിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ കടലമാവ് എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കായ, ഗ്രാമ്പൂ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ യെല്ലോ കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഫുഡ് കളറാണ് ചേർക്കുന്നത്. കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ചേർത്തില്ലെങ്കിൽ കറക്റ്റ് കളറായിരിക്കും. വീഡിയോ എടുക്കാൻ വേണ്ടി ചേർത്തന്നേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർക്കാറില്ല. ഇന്നിപ്പോൾ കുറച്ച് വീഡിയോയിൽ കളറില്ലെങ്കിൽ എല്ലാവരും വിചാരിക്കില്ല ലഡുവിൻ്റെ കളർ എന്താ എങ്ങനെയെന്ന്. അതുകൊണ്ട് മാത്രം ചേർക്കുന്നത്. അങ്ങനത്തെ വീഡിയോസിൽ മാത്രമേ ഫുഡ് കളർ ചേർക്കാറുള്ളൂ. നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് കയ്യിലോട്ടണ പാകമുണ്ടല്ലോ, ആ പാകമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ പൊടിക്കാതെ എടുത്തു വെച്ച ബൂന്തി, ഇത് നമ്മൾ പൊടിച്ച ബൂന്തി എന്ന് പറയുമ്പോൾ 2 തിരി കേട്ടോ മിക്സിയിൽ. ഇതപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമുക്ക് കുറച്ചും കൂടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉരുട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു തവണ ശരിയാവാതെ പോയത്. ഇനി ഇതിലേക്ക് കർപ്പൂരം ഒന്ന് കൈകൊണ്ട് തിരുമ്മിട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പം തന്നെ ആ ലഡുവിൻ്റെ ഒരു ഫ്ലേവർ വന്നു തുടങ്ങി, സ്മെല്ലും. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷുഗർ സിറപ്പ് നമ്മുടെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടുള്ള നെയ്യാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഷുഗർ സിറപ്പ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ പാകം എന്ന് പറയുന്നത്. വല്ലാതെ തിക്കാവണ്ട, കുറച്ച് വെള്ളം പോലെ ഇരിക്കണം. ചെറുതായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. പഞ്ചസാരയെല്ലാം അതിലേക്ക് പിടിക്കാം. ഇതിൻ്റെ മുകളിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. കറുത്ത മുന്തിരിയാണ് കേട്ടോ കൂടുതൽ കാണാനും ഭംഗി. കറുത്ത മുന്തിരി ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ പൂന്തിയിൽ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ച് കൊടുന്ന് കുഴക്കുന്നതിന് മുമ്പ് കയ്യിൽ ചെറുതായിട്ടൊന്ന് നെയ്യ്, വളരെ കുറച്ച് മതി കേട്ടോ, നെയ്യൊന്ന് എടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, ചൂടൊന്നും ഇല്ല അധികം. ഇപ്പോൾ ചെറു ചൂടുണ്ട്, ഈ ചെറു ചൂട് കയ്യിൽ പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എല്ലാവിടേക്കും ആവണ വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും കൂടെ നമ്മുടെ ലഡുവിന് കിട്ടും കേട്ടോ. നമുക്ക് ഭംഗിക്ക് വേണമെങ്കിൽ ഈ സമയത്ത് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. കണ്ടോ, കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ്. ഇതിലൊരു കുറവേ ഉള്ളൂ, കൽക്കണ്ടം. അതും കൂടി ഇടുകയാണെങ്കിൽ അടിപൊളി കല്യാണ വീട്ടിലെ ഇതിൻ്റെ ടേസ്റ്റിൽ തന്നെ, ലഡുവിൻ്റെ ടേസ്റ്റിൽ തന്നെ നമ്മുടെ ലഡു കിട്ടും. കണ്ടോ, നമ്മുടെ ആദ്യത്തെ ലഡു ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ലഡുവും ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത്തവണ എൻ്റെ ലഡു കേടാവാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തവണ ഉണ്ടാക്കി ഒട്ടും ശരിയായില്ല, കിച്ചൺ മുഴുവനും കേട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ലഡുവിൻ്റെ പരിപാടി വേണ്ടാന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ പിന്നെയാണ് ആലോചിച്ചത് ആ ബൂന്തി ഫുള്ളായിട്ട് ഇതിലിടുന്നതിന് പകരം കുറച്ച് പൊടിച്ചിട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇത് സക്സസ് ആയി, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ലഡു ഉണ്ടാക്കൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണെന്നാണ് കേട്ടോ ഞാനും വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതും ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ. മധുരം എപ്പോഴും ഒരു മീഡിയം മധുരം എടുക്കുക. കുട്ടികൾക്ക് കൊടുക്കാനായാലും വല്ലാതെ മധുരം കൊടുക്കണം അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായേനെ. അപ്പോൾ അതാ നമ്മുടെ എല്ലാ ലഡും ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ലഡു ഉണ്ടാക്കൽ ഇനി ഒരു ബുദ്ധിമുട്ടേ അല്ല. ഞാനും ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. ഫുഡ് കളർ ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഞാൻ വീഡിയോന് വേണ്ടി മാത്രമാണ് ഫുഡ് കളർ ചേർത്തത്. അല്ലെങ്കിൽ ഞങ്ങളൊരു വീഡിയോയിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കളർ ചേർക്കാറില്ല. ഇനി നമുക്ക് എല്ലാ ലഡും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 9 ലഡുവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ, ഒരു ഗ്ലാസ് കടലമാവിന്. അപ്പോൾ അതാ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള നമ്മുടെ കറക്റ്റ് കേരള ട്രഡീഷണൽ സ്റ്റൈലിൽ, അതായത് കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയുള്ള ലഡു നമുക്കിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് നമുക്ക് ഇത്രയും ലഡുവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഫുഡ് കളറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.